സ്പോട്ട് ലൈവ് തുടരുന്നു. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ? സിദ്ധാർത്ഥിന്റെ മരണകാരണത്തിൽ വ്യക്തത ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ് CBI. മരണത്തിൽ ദില്ലി എയിംസിൽ നിന്നും വിദഗ്ധോപദേശം തേടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് സർജന്റെ റിപ്പോർട്ടും ഡെമ്മി പരീക്ഷണം നടത്തിയ റിപ്പോർട്ടും എയിംസിന് അയച്ചു. മെഡിക്കൽ കോഡ് രൂപീകരിക്കണമെന്നും ആവശ്യമുണ്ട്. പ്രതികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്നും സിദ്ധാർത്ഥിന് അടിയന്തര വൈദ്യസഹായം നൽകിയില്ലെന്നും CBI വ്യക്തമാക്കുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, നേരത്തെ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം കോടതിയെ സമീപിക്കുന്നത്, സർക്കാരിനെ സമീപിക്കുന്നു. അങ്ങനെ ഒടുവിൽ CBIയുടെ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. CBIയുടെ അന്വേഷണം തൃപ്തികരമായിട്ട് മുന്നോട്ട് പോകുന്നുവെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. എന്തായാലും നിലവിലെ CBIയുടെ നീക്കങ്ങൾ പ്രതികൾക്ക് കൂടുതൽ കുരുക്ക് മുറുക്കുന്നതല്ലേ ഡാനി? അങ്ങനെ തന്നെയാണ് ടോം. കാരണം ഇപ്പോൾ CBI നടത്തിയിരിക്കുന്ന നീക്കങ്ങൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകവുമാണ്. കാരണം ഇതിലെ മരണകാരണം കണ്ടെത്താൻ CBI ശാസ്ത്രീയമായ രീതിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഈ കുറച്ച് ദിവസങ്ങളിലെ അന്വേഷണത്തിൽ അതിൻ്റെ ഒരു സമഗ്രമായ റിപ്പോർട്ടാണ് ദില്ലി എയിംസിനെ സമർപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകാനാണ് ഡൽഹി എയിംസിനോട് ഇവർ ആവശ്യപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ച ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വസ്തുതകൾ ചേർത്ത് അത് പഠിക്കുന്നതിനും നിർദ്ദേശിക്കുന്നതിനും ഒരു മെഡിക്കൽ ബോർഡ് വിദഗ്ധ സമിതി അത് രൂപീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഫോറൻസിക് സർജന്റെ വിശദമായ റിപ്പോർട്ട് ഇത് രണ്ടും സമർപ്പിച്ചതിനൊപ്പം തന്നെയാണ് CBI നടത്തിയ ഡമ്മി പരീക്ഷണത്തിന്റെ റിപ്പോർട്ട് അടക്കം ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഈ വാഷ്റൂമിൽ കുളിമുറിയുടെ വാതിലുകൾ തകർത്ത നിലയിലായിരുന്നു അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പൂട്ട് അതിൻ്റെ കുറ്റി അത് ഇളകിയ നിലയിലുമായിരുന്നു. ഇത് രണ്ടും വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വിശദാംശങ്ങൾ സഹിതം CBI സമർപ്പിച്ചിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. ഒപ്പം ആ ദിവസം ചിത്രീകരിച്ച മുറിയുടെയും മറ്റും ദൃശ്യങ്ങൾ ഇതെല്ലാം ചേർത്ത് ആണ് ഇപ്പോൾ ദില്ലി എയിംസിനെ സമീപിച്ചിരിക്കുന്നത്. ഇത് പരിശോധിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ഒരു വിശകലന റിപ്പോർട്ട് തയ്യാറാക്കണം എന്നതാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള സംശയവുമില്ല. സിദ്ധാർത്ഥ തൂങ്ങി മരിച്ചതാണോ അതോ അത് കൊലപാതകമാണോ എന്ന കാര്യത്തിലേക്ക് മാത്രമേ ഇനി വ്യക്തത വരുത്തേണ്ടതുള്ളൂ. അപ്പോൾ ഈ കാര്യത്തിൽ ഇതിലൊരു അന്തിമ തീർപ്പുണ്ടാക്കുന്നതിന് വിശദമായ രീതിയിലുള്ളൊരു മെഡിക്കൽ അനാലിസിസ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ട് ദില്ലി എയിംസിനെ സമർപ്പിച്ചിരിക്കുന്നത്. അവർ അത് പരിശോധിക്കുകയും മെഡിക്കൽ ബോർഡിൻ്റെ ഒരു നിരീക്ഷണത്തിൽ സഹിതം ഇത്തരം വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട് കേസിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ റിപ്പോർട്ട് ഈ കേസിൻ്റെ നാൾവഴികളിൽ അതീവ നിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന്, ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്ന സാഹചര്യങ്ങളും അതീവ ഗൗരവതരം തന്നെയാണ്. കാരണം നമ്മളത് പലകുറി ചർച്ച ചെയ്തതുമാണ്. 19 പ്രതികൾ, ഈ 19 പ്രതികളും ക്രൂരമായി സിദ്ധാർത്ഥനെ മർദ്ദിച്ചിരുന്നു എന്നത് തന്നെയാണ്. ഭക്ഷണം നൽകാതെ, വെള്ളം നൽകാതെ എല്ലാം തന്നെ വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു സിദ്ധാർത്ഥ എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. 19 പ്രതികൾക്കെതിരെയും നിലവിൽ കുറ്റകരമായ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളാണ് 7 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്ന വഴിക്ക് കൂടുതൽ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേസ് അന്വേഷണം അതിന്റെ വഴികളിൽ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഇപ്പോൾ അതോടൊപ്പം എന്തായാലും ഈ 19 പ്രതികൾക്കെതിരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ തന്നെ ഉയർന്നു വന്ന ആരോപണം കോളേജ് അധികൃതരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ്. ഈ കേസ് അട്ടിമറിക്കാൻ അതോടൊപ്പം തന്നെ പ്രതികളെ സംരക്ഷിക്കാനുള്ള പല നീക്കങ്ങളുണ്ടായി, തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ടിൽ, നിലവിൽ CBI സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച, കുറ്റകരമായിട്ടുള്ള അനാസ്ഥ, ഇതിനെക്കുറിച്ച് CBIയുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ടോ ഡാനി? ടോം, ഇതിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഈ
സിദ്ധാർത്ഥിന്റെ മരണപ്പെട്ട ഒരു സാഹചര്യവും കാര്യങ്ങളും എല്ലാം തന്നെ വ്യക്തമാക്കുന്നതാണ്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരാമർശിച്ച് പോകുന്നതേയുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്ന വഴിക്കിൽ തീർച്ചയായും തന്നെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം 19ഓളം പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇതിൽ ഒന്നാം പ്രതിയായ അഖിൽ, രണ്ടാം പ്രതി കാശിനാഥൻ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾ സംഘടിച്ചുകൊണ്ടാണ് ഈ കൃത്യത്തിലേക്ക് ചെന്നതെന്നും അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവർക്ക് പാഠമാകണമെന്ന് പലതവണ ആക്രോശിച്ചിട്ടുണ്ടെന്നും ഒരു കുറ്റം ഏറ്റെടുക്കണമെന്നെല്ലാം പറഞ്ഞ് നിർബന്ധിച്ചായിരുന്നു സിദ്ധാർത്ഥിനെ മർദ്ദനമെല്ലാം തന്നെ അഴിച്ചുവിട്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും തന്നെ ഈ 2 ദിവസത്തോളം പരസ്യ വിചാരണ നടക്കുന്നു. ഇത്തരം കാര്യങ്ങൾ മാനേജ്മെന്റ് അറിഞ്ഞില്ല, കോളേജ് മേധാവികൾ അറിഞ്ഞില്ല എന്നതെല്ലാം തന്നെ നിലനിൽക്കാത്തൊരു വാദം തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ. നേരത്തെയും അത് വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് അത്തരം വാദമുഖങ്ങൾ ചെന്നെത്തിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തീർച്ചയായും കോളേജ് അധികൃതർ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അവരിലേക്ക് തന്നെ എത്തും. ഇത്തരം കാര്യങ്ങൾ ആർക്കെല്ലാം അറിയാമായിരുന്നു, ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിലേക്ക് വരികയും ചെയ്യും. മുന്നോട്ടുള്ള പോക്കിൽ ഈ അന്വേഷണം നിർണായകം തന്നെയാണ്. ഒപ്പം ദില്ലി എയിംസിന്റെ പഠന റിപ്പോർട്ടും ഈ കേസിൽ വളരെ നിർണായകമാകും. കാരണം ഈ വിദ്യാർത്ഥി എത്ര ദിവസം കൊണ്ട് മർദ്ദിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ഇതിൽ പിന്നീട് ചർച്ച ചെയ്യുന്ന സംഗതികൾ തന്നെയാകും. ടോം സൂചിപ്പിച്ചിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഇവരിൽ കോളേജ് അധികൃതർക്ക് അറിയാമായിരുന്ന വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് മറ്റു പ്രതികൾ ഏതെങ്കിലും രീതിയിൽ അവരോടുള്ള പിന്നോടുള്ള ചോദ്യം ചെയ്യലിനോ മറ്റും കൂടുതൽ വസ്തുതകൾ വെളിവാകുന്നെങ്കിൽ ശാസ്ത്രീയമായ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഒപ്പം ഇവരുടെ മൊബൈൽ ഫോണുകൾ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെയും പരിശോധിച്ചിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെയും ഏതെങ്കിലും രീതിയിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ അറിഞ്ഞിട്ടും മർദ്ദനമെല്ലാം തന്നെ അഴിച്ചുവിടുന്നതായി അറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഈ കുറ്റവാളികളായ ഈ വിദ്യാർത്ഥി സംഘങ്ങൾ ഈ ക്യാമ്പസിനകത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇതിനു മുൻപ് ഇത്തരം കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ രീതിയിലുള്ളൊരു പരിശോധനകളിലേക്ക് വരും. അതെല്ലാം തന്നെയും ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അക്കമിട്ട് അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. കാരണം ഈ അന്വേഷണം അവരെ സംബന്ധിച്ചിടത്തോളവും അതിനിർണായകം തന്നെയാണ്. നേരത്തെ രാഷ്ട്രീയമായ രീതിയിൽ തന്നെ ഇത് പല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെന്ന ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അത്തരം ഇടപെടലുകൾ ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. കാരണം CBI അന്വേഷണത്തിലേക്ക് അടക്കം ഈ കുടുംബം നീങ്ങുന്നത് ഇതിൽ ചില ആളുകൾ ഉൾപ്പെട്ടിരുന്നു, അവരെ രക്ഷിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നെല്ലാം പറയുന്നത് കൊണ്ട് തന്നെയായിരുന്നു. ഈ പറയുന്നതിൽ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും അപ്പുറം ഇതിലേക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കും. എന്തായാലും അതെല്ലാം തന്നെയും ഈ കേസിന്റെ നാൾവഴികളിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ടതായിരിക്കും. മാനേജ്മെന്റിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അതും ഇതിൽ അടയാളപ്പെടുത്തുകയും ചെയ്യും. ടോം, അതോടൊപ്പം തന്നെ ഡാനി സൂചിപ്പിച്ചതുപോലെ ഈ മാനേജ്മെന്റ് ഭാഗത്തുണ്ടായ വീഴ്ച, പോലീസിന്റെ അന്വേഷണത്തിൽ തുടക്കത്തിലുണ്ടായ ഗുരുതരമായ നിരവധി പിഴവുകളുണ്ട്. ചില പ്രതികളെ സംരക്ഷിക്കാൻ നീക്കം നടത്തി, പലരുടെയും അറസ്റ്റ് വൈകി, പലർക്കും ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കി, തെളിവ് നശിപ്പിക്കാനുള്ള സമയം കൊടുത്തു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു തുടക്കത്തിൽ പോലീസിനെതിരെ ഉയർന്നു വന്നത്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ? നിലവിൽ പോലീസ് സംരക്ഷിക്കാൻ ശ്രമിച്ച ചില പ്രതികൾ, അവരുടെ പങ്ക് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളും CBIക്ക് ലഭ്യമായിട്ടുണ്ടോ? ടോം, നിലവിൽ ഇവരുടെ എല്ലാം തന്നെ പങ്ക് സംബന്ധിച്ചുള്ള അന്വേഷണം എല്ലാം തന്നെ തുടരന്വേഷണത്തിന്റെ ഭാഗം തന്നെയാണ്. കാരണം തുടക്കത്തിൽ പോലീസിന് ഒരു പഴികേട്ട ഒരു കേസായിരുന്നു ഇത് കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല, പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നു, വലിയ അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്നില്ല. അത് ഭരണത്തിലുള്ള ചിലരുടെ സ്വാധീനം കൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് CBI വരേണ്ടത് ആവശ്യം തന്നെയാണ് എന്ന് പല കോണുകളിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒടുവിൽ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ തന്നെ ഇത് ആവശ്യവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അത് അംഗീകരിക്കുകയും ചെയ്തതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് CBI അടക്കം ഇവിടേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഈ കുറ്റവാളികളായ വിദ്യാർത്ഥികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ആരൊരുക്കിയിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒപ്പം ഇവർക്ക് കോടതിയിലേക്ക് ജാമ്യത്തിന് പോലും ശ്രമം നടക്കുന്നതായുള്ള വാർത്തകൾ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ അറസ്റ്റിലാകും മുൻകൂർ ജാമ്യത്തിനടക്കമുള്ള ചില ശ്രമങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം വിവരങ്ങളെല്ലാം എവിടെ നിന്ന് ചോരുന്നു എന്നതടക്കം
കാര്യങ്ങൾ പരിശോധിക്കപ്പെട്ട് പോകും. തീർച്ചയായും ഇതിൽ CBIയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. ഇനി വരാനുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെയും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകം തന്നെയാണ്. അത് കുറ്റപത്രത്തിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. ഒപ്പം ദില്ലി എയിംസിൽ നിന്നുള്ള റിപ്പോർട്ടും ഈ കേസിനെ നാൾവഴികളെ നിശ്ചയിക്കുന്നത് തന്നെയായിരിക്കും. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ധാർത്ഥിന്റെ മരണകാരണത്തിൽ വ്യക്തത ഉണ്ടാക്കാനാണ് CBIയുടെ നീക്കം. മരണത്തിൽ ദില്ലി എയിംസിൽ നിന്നും വിദഗ്ധോപദേശം തേടിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് സർജന്റെ റിപ്പോർട്ടും ഡെമ്മി പരീക്ഷ നടത്തിയ റിപ്പോർട്ടും എയിംസിന് അയച്ചിട്ടുണ്ട്.